വിളപ്പിൽശാലയിൽ കഞ്ചാവ് മാഫിയ സംഘം വീട് അടിച്ചു തകർത്തതായി പരാതി. CCTV ക്യാമറകളും മറ്റുപകരണങ്ങളും സംഘം കൊണ്ടുപോയി. ശനിയാഴ്ച രാത്രിയും ഞായറാഴ്ച പുലർച്ചയ്ക്കുമിടയിലാണ് വിളപ്പിൽശാല സ്വദേശി ശൈലേഷിന്റെ ആളില്ല വീട്ടിൽ ആക്രമണം നടന്നത്. പ്രതികളുടെ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം ആരംഭിച്ചു. വീടിന് മുന്നിലെ ബുദ്ധപ്രതിമയെ തകർത്തുകൊണ്ടാണ് ആക്രമണം ആരംഭിച്ചത്. ജനലുകളും വാതിലുകളുമെല്ലാം തകർത്ത നിലയിലാണ്. വിളപ്പിൽശാല പോലീസ് സ്റ്റേഷൻ പരിധിയിലെ മുക്കമ്പാലമൂട് മൂങ്ങോടാണ് ആക്രമണം നടന്നത്. പ്രദേശത്ത് കഞ്ചാവ് മാഫിയ സംഘങ്ങളുടെ വിളയാട്ടം അതിരൂക്ഷമാണെന്ന് പൊതുപ്രവർത്തകരും സമീപവാസികളും പറയുന്നു. കഞ്ചാവ് വിൽപ്പനയും ഉപയോഗവുമൊക്കെയായി ഇവിടെ എപ്പോഴും മാഫിയ സംഘം സജീവമാണ്. KSEBയുടെ മീറ്റർ ബോർഡ് തകർത്ത് ഫ്യൂസ് ഊരിമാറ്റി CCTV ക്യാമറകൾ അടിച്ച് തകർത്ത ശേഷം ക്യാമറകളും കൊണ്ടുപോയി. മാഫിയ സംഘങ്ങളിൽ ചിലരെ നിരവധി തവണ പോലീസ് പിടികൂടിയെങ്കിലും കഞ്ചാവ് മതിയായ അളവിലില്ലാത്തതിനാൽ ഇവർക്ക് ജാമ്യം നൽകി വിടേണ്ട സാഹചര്യമാണുണ്ടായത്. വിളപ്പിൽശാല പോലീസ് സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ച് അന്വേഷണം ആരംഭിച്ചു. ഇത്തരം ഈ ബിസിനസ്സാണ് കഞ്ചാവും മറ്റു ബിസിനസ്. അതിൻ്റെ ലഹരിയിലാണ് ഈ വീടുകൾ കയറി കൊള്ള നടത്തുന്നതും വീടുകളെ നശിപ്പിക്കുന്നതും ആൾക്കാരെ അടിക്കുന്നതും എല്ലാം സ്ഥിരം ഉള്ള പരിപാടിയാണ്. ഇത് അവസാനിപ്പിക്കണമെങ്കിൽ അത് ഗവൺമെൻറ് തന്നെ, അതായത് പോലീസ് തന്നെ ഇതിൽ ഇടപെട്ടില്ലെങ്കിൽ ജനങ്ങൾക്ക് വരെ ഭീഷണിയാണ്. ഇവരെന്തും ചെയ്യും, അങ്ങനെ മടിക്കാത്തവരാണ്. ഇത് ഒന്നല്ല, പല ആവർത്തിയിലും പല വീടുകളിലും പല ജനങ്ങളിൽ നിന്നും ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. അത് പല പ്രാവശ്യം പിടിച്ചു കൊടുത്തിട്ടുണ്ട് പോലീസ്. അപ്പോൾ നിർദ്ദേശം പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കൂടുതൽ സാധനം വേണമെന്നാണ്, എങ്കിലേ കേസെടുക്കാൻ പറ്റുള്ളൂ എന്നാണ്. അത് തെളിയിക്കേണ്ട ഉത്തരവാദിത്വവും അവർക്കുണ്ട്. ശകലം മതിയല്ലോ, തെളിയിക്കാമല്ലോ. അല്ല, അത് കൊണ്ടു കൊടുക്കുന്ന ഒരു പ്രശ്നമല്ലല്ലോ. നമ്മളെ കൊണ്ട് സാധിക്കുമോ കിലോ കണക്കിന് വരെ കൈ കൂടി? ഇവർ കിലോ കണക്കിന് സാധനമുണ്ട്, പക്ഷേ അത് ഒളിവിൽ വെച്ചിട്ടാണ് ശകലിച്ചെടുത്ത് ഇവർ കൊണ്ട് ബിസിനസ് നടത്തുന്നത്. അപ്പോൾ അത്തരത്തിൽ പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള ഊർജിതമായ അന്വേഷണം വേണമെങ്കിൽ ഇവർ ഇത്തരത്തിലുള്ള ഈ സ്വഭാവങ്ങൾ മാറും. കൂലിപ്പണിയെടുത്ത് ജീവിക്കട്ടെ, ഇതല്ല വേണ്ടത് ജനങ്ങൾക്ക്. അതാണ് എനിക്ക് പറയാനുള്ളത്. എന്ത് നടപടിയാണെങ്കിലും എടുക്കുക, അവരെ ശിക്ഷിക്കുക, അകത്താക്കുക. ജനങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവാൻ പാടില്ല. ഇവരെ ബിസിനസ് അവസാനിപ്പിക്കുക. അത് നാട്ടുകാർ വിചാരിച്ചെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ നടക്കുന്നത്? ഉദ്യോഗസ്ഥർ തന്നെ വിചാരിക്കണം, പ്രത്യേകിച്ച് പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ അത് ശ്രമിക്കണം.